മുരളീധരന്റെ മണ്ഡലം മാറ്റത്തിന് മലയാള മനോരമ നൽകിയ തലക്കെട്ടാണ് വീണ്ടും മാസ് എൻട്രി എന്ന്. ഇതേ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരിക്കൽ ഇതേ മുരളീധരൻ മത്സരിച്ചതല്ലേ 1998. എന്നിട്ട് എന്തായി? തോറ്റാലും റിസ്ക് ഇല്ലാത്ത ഒരു എംപിയെ സ്ഥാനാർത്ഥിയാക്കി 3ാം സ്ഥാനത്തായതിൽ എന്ത് മാസ് ആണാവോ? കെ മുരളീധരൻ വടകര വിട്ട് തൃശൂർക്ക് ചാടിയത് മാസ് എൻട്രി ആണത്രേ. മുരളീധരന്റെ മണ്ഡലം മാറ്റത്തിന് മലയാള മനോരമ നൽകിയ തലക്കെട്ടാണ് വീണ്ടും മാസ് എൻട്രി എന്ന്. ഈ മാസത്തിനു മുൻപ് ഇതേ മുരളീധരൻ തൃശൂർ ജില്ലയിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഒന്ന് എൻട്രി ചെയ്തിരുന്നു. അത് മാസ് എൻട്രി അല്ല, റോയൽ എൻട്രി ആയിരുന്നല്ലോ. വെറും മുരളീധരനായിട്ടല്ല, മന്ത്രി കെ മുരളീധരനായിട്ടായിരുന്നല്ലോ അന്നത്തെ വരവ്. എന്തായിരുന്നു ആ എൻട്രിയുടെ ഔട്ട്പുട്ട്? KPCC പ്രസിഡന്റ് ആയിരിക്കെയായിരുന്നു 2004 മുരളിക്ക് മന്ത്രിമോഹം ഉദിച്ചത്. 2004 ഫെബ്രുവരി 11 AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി. അന്ന് മുരളീധരൻ MLA അല്ല. 6 മാസത്തിനകം MLA ആയാൽ മതി. 3 മാസം കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം വടക്കാഞ്ചേരിയിൽ നിന്ന് മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചു. അക്കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച നിയമസഭാ സീറ്റുകളിൽ ഒന്നായി കരുതപ്പെടുന്ന മണ്ഡലമായിരുന്നു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. 1977 മുതൽ തുടർച്ചയായ 7 തവണ കോൺഗ്രസ് ജയിച്ച മണ്ഡലം. വി ബാലാറാം ആയിരുന്നു MLA. അദ്ദേഹത്തെ രാജിവെപ്പിച്ച് മുരളീധരൻ മത്സരിച്ചു. LDF സ്ഥാനാർത്ഥിയായി AC മൊയ്തീനും വന്നു. 3715 വോട്ടിന് മുരളീധരൻ തോറ്റു. 2004 മെയ് 14 മുരളീധരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി എന്ന ബഹുമതിക്ക് മുരളീധരൻ അങ്ങനെ അർഹനാകുകയും ചെയ്തു. ആ എൻട്രി കൂടി പറഞ്ഞാലല്ലേ കഥ പൂർത്തിയാകൂ മനോരമേ. ഒന്നുകൂടി, ഇതേ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരിക്കൽ ഇതേ മുരളീധരൻ മത്സരിച്ചതല്ലേ 1998. എന്നിട്ട് എന്തായി? 18,409 വോട്ടിനല്ലേ VV രാഘവനോട് തോറ്റത്. അച്ഛൻ K കരുണാകരനെ തോൽപ്പിച്ച അതേ VVയോട്. ഈ മാസം വാർത്തയിൽ കണ്ടില്ലല്ലോ മനോരമേ. പിന്നെ വാർത്തയിൽ പറയുന്ന ആദ്യത്തെ മാസ് MP ആയിരിക്കെ നേമത്ത് മത്സരിച്ചതാണല്ലോ ആ മാസ്. തോറ്റാലും റിസ്ക് ഇല്ലാത്ത ഒരു MPയെ സ്ഥാനാർത്ഥിയാക്കി 3ാം സ്ഥാനത്തായതിൽ എന്ത് മാസ് ആണാവോ?